ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഏറ്റവും അനുഗ്രഹമായി ദൈവം തമ്പുരാൻ ഇത്രയും നാൾ നടത്തി ഒരുമിച്ച് നമുക്ക് കൂടി വരുവാൻ ദൈവം അനുവദിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ എൽഡോ നോമിന്റെ 12-ാം ദിവസം ആയല്ലോ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തോന്നിക്കണം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാമച്ചൻ ഓപ്പണിംഗ് നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും വന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചനകൾക്ക് മറുപടി നൽകുന്നവനുമാകുന്നുവല്ലോ. ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. നിന്റെ തിരുജനത്തിന്റെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമേ. നിങ്ങളിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ തൃക്കരങ്ങളിൽ തരുന്നു. അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. സകല കൃപകളിലും അനുഗ്രഹങ്ങളിൽ വഴി നടത്തണമേ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദാനമായി നൽകിയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ആവശ്യഭാരങ്ങളിലും ആഗ്രഹങ്ങളിലുമായ തിരുസന്നിധിയിൽ വന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുത്, ബലഹീനതകളെ ഓർക്കരുത്, ഞങ്ങളുടെ പാപങ്ങളെ കണക്കിടരുത്. നിന്റെ കൃപ പ്രാപിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ. ഒരുക്കപ്പെട്ട നിലങ്ങളായി നല്ല വിത്ത് വിതയ്ക്കാനുള്ള വയലുകളായി ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി ഫലം കായ്പാൻ ഇടയാകണമേ. ഇന്ന് കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കൂടാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണമേ. പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നയിപ്പാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും നൽകണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിവന്യ തിരുവേനിയെയും ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്ഥലനന്മകളാലും നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടത്തെയും അനുഗ്രഹിക്കണമേ. ദൈനംദിനം നിനക്ക് വേണ്ടി യാചിപ്പാനും നിനക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മധ്യസ്ഥ അണപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് എല്ലാ ഡയോസിന്റെ എല്ലാ റീജിയനിലെയും കൂടെ മെമ്പേഴ്സിന് വേണ്ടി ഉള്ള പ്രാർത്ഥനയും എല്ലാവരും കൂടി നയിക്കുന്ന പ്രാർത്ഥനയാകുന്നു ഇത്. എല്ലാ ദൈവാലയങ്ങളെയും അഭിഷിക്തരെയും മർത്തമറിയം സമാജം പ്രവർത്തകരെയും കൃഷ്ണന്മാരെയും റീകൺസ്ട്രക്ഷനിലിരിക്കുന്ന ദൈവാലയങ്ങളെയും എല്ലാം പ്രാർത്ഥന. ഒപ്പം ഇന്നത്തെ ഡിവോഷണൽ മെസ്സേജ് തരുന്ന ബഹുമാനപ്പെട്ട PM ചെറിയാൻ അച്ഛനെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ഷൈല മാത്യു പാട്ടുപാടുക. കേൾക്കാമല്ലോ. കേൾക്കാം. ഇന്നോളം എന്നെ നടത്തി വന്ന ദൈവത്തിനു നന്ദി, ഇനിയുള്ള കാലമൊക്കെയും കാത്തിടുക നന്ദി. ഇന്നോളം എന്നെ നടത്തി വന്ന ദൈവത്തിനു നന്ദി, ഇനിയുള്ള കാലമെല്ലാം കാത്തിടുക നന്ദി. യേശുവേ നന്ദി ദൈവമേ, യേശുവേ
നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. ഇരുൾ മൂടും വഴിയോരം ഞാൻ നടന്നു പോയാൽ തുണയായ എന്നരികിൽ കൂടുന്ന ദൈവം. ഇരുൾ മൂടും വഴിയോരം ഞാൻ നടന്നു പോയാൽ തുണയായ എന്നരികിൽ കൂടുന്ന ദൈവം. ഞാൻ വീണു പോയാൽ താങ്ങുന്നവൻ, നിഴൽ പോലെ എന്നും കൂടെയുള്ളവൻ. ഞാൻ വീണു പോയാൽ താങ്ങുന്നവൻ, നിഴൽ പോലെ എന്നും കൂടെയുള്ളവൻ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. എന്നാത്മം ദൈവത്തെ സ്തുതിച്ചിടുമെന്നും അവൻ ചെയ്ത നന്മകളെ മറക്കില്ല നാളും. എന്നാത്മം ദൈവത്തെ സ്തുതിച്ചിടുമെന്നും അവൻ ചെയ്ത നന്മകളെ മറക്കില്ല നാളും. എനിക്കായി എന്നും കരുതുന്നവൻ, എൻ ഭാരമെല്ലാം വഹിക്കുന്നവൻ. എനിക്കായി എല്ലാം കരുതുന്നവൻ, എൻ ഭാരമെല്ലാം വഹിക്കുന്നവൻ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. യേശുവേ നന്ദി ദൈവമേ. താങ്ക് യു. പ്രിയപ്പെട്ട ഷൈന മാത്യു, ഞാൻ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കായി എല്ലാം കരുതുന്നവൻ നന്ദി. നമുക്കും പ്രിയപ്പെട്ട സഹോദരിയോടൊപ്പം കരയേറ്റാം. മകൻ സച്ചിന്റെയും നിഷിയുടെയും വിവാഹം ഏറ്റവും ഭംഗിയായി നടന്നു. ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. വിദ്യാഭ്യാസ കാലം മുതൽ എപ്പോഴും പ്രയർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. വീണ്ടും ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇപ്പോഴ് പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, അഭിവന്യ തിരുമേനിയുടെ ജന്മദിനം ദൈവം അനുവദിച്ച നാളെയാവുന്നു. നാളെ ആണെങ്കിലും ദൈവം അനുവദിച്ച് നാളെയാവുന്നു. നമുക്ക് നന്ദി പറയാനും തിരുമേനിയുടെ ആരോഗ്യത്തിനും ആയുസ്സിനു വേണ്ടിയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം രോഗാവസ്ഥയിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെയും നമുക്ക് പ്രാർത്ഥനയെ സമർപ്പിക്കാം. 4 പ്രിയപ്പെട്ട 80 കഴിഞ്ഞ 4 പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഭംഗിയായി വേദപുസ്തകം വായിച്ചു. അവരെയും പ്രാർത്ഥനയും വീണ്ടും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അമ്മിമാമ, സറമ്മ, ജോർജമ്മാമ, അവിമാമ, മേരിക്കുരനമാമ, അവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇനിയും ബൈബിൾ വായിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട ലീലാമ്മ ബേബിയാവുന്നു. പ്രത്യേകമായി എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. സെയിന്റ് മാത്യു ചാപ്റ്റർ 1 verses 18 to 25. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യം. പ്രിയപ്പെട്ട ലീലാമ്മ വായിക്കുന്നു. പാറയ്ക്കുമോർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ
പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാരും അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു. ബാറയ്ക്കുമോർ. പ്രിയപ്പെട്ട ലീലാമ്മയുടെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൗമയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാണല്ലോ. ബഹുമാനപ്പെട്ട ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങൾ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. അതിന് ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ വർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, അവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരയേറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീബായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത് കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിച്ച് നാളെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുമേനിക്ക് എന്താണ് ഞങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥന നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഞാൻ എയർപോർട്ടിലാണ്, ഫ്ലോറിഡയ്ക്ക് ട്രാവൽ ചെയ്യുകയാണ്. ഇവിടെ മറ്റ് പാസഞ്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഒത്തിരി ശബ്ദത്തിൽ സംസാരിക്കാൻ ഒക്കില്ല. എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. എബി അച്ഛൻ, എലിസബത്ത് ആൻറ്റി, ഷീന, സിനി ആൻഡ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, ഞങ്ങൾ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസും അനുഗ്രഹകരമായ ഒരു പുതുവർഷവും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷവും ഒത്തിരി പ്രാർത്ഥനയും. ഇപ്പം തന്നെ ഏകദേശം more than 76 people are joining this MVS prayer retreat fasting prayer. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും. ഞാൻ ഇവിടെ ക്വയറ്റായിട്ടിരുന്നോളാം, നിങ്ങളുടെ പ്രോഗ്രാം കണ്ടോളാം. എനിക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, എയർപോർട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. MMVSന്റെ ഡയസസിന്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും തിരുവേനിക്ക് നേരുന്നു. ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ഭദ്രാസനത്തെ നയിക്കാനും സഭയെ നയിക്കാനും നൽകട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകളും
എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയുടെ ജന്മദിനം പ്രമാണിച്ചുള്ള തിരുമേനിയുടെ ആയുസ്സാരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. തിരുമേനിയുടെ മാതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമ്മളിപ്പോൾ ചെയ്ത പ്രാർത്ഥനകൾ എല്ലാവരും ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന സർവശക്തന്റെ സന്നിധിയിലെത്തണമേ എന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ഒരു പാട്ടോടുകൂടിയാണ് നമ്മുടെ പ്രാർത്ഥന തുടരുന്നത്. പ്രിയപ്പെട്ട അച്ചാമ്മ ഫിലിപ്പ് പാട്ട് പാടുന്നത്. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാൽ എന്നെന്നും ജീവിക്കുന്നു. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാ എന്നെന്നും ജീവിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ നടന്നാലും നീ എന്നെ കൈവിടില്ല. മരണത്തിൻ നിഴലിൽ ഞാനായിരുന്ന നീ എന്നെ വിടുവിക്കും. മരണത്തിൻ നിഴലിൽ ഞാനായിരുന്നാലും നീ എന്നെ വിടുവിക്കും. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാ എന്നെന്നും ജീവിക്കുന്നു. ഉറ്റവരെല്ലാരും കൈവിടിഞ്ഞാലും നീ എന്നെ കൈവിടില്ല. ശത്രുവിൻ കയ്യിൽ ഞാൻ അകപ്പെട്ടാലും നീ എന്നെ വിടുവിക്കും. ശത്രുവിൻ കയ്യിൽ ഞാൻ അകപ്പെട്ടാലും നീ എന്നെ വിടുവിക്കും. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദമേ. ഞാൻ നിൻ കൃപയാ എന്നെന്നും ജീവിക്കുന്നു. നിൻ കരുണ എത്രയോ അതുല്യമേ, നിൻ ദയോ എത്രയോ ദീർഘമേ, നിൻ സ്നേഹം എത്രയോ ആനന്ദം. ഞാൻ നിൻ കൃപയാ എന്നെന്നും ജീവിക്കുന്നു. അവിടുത്തെ കരുണയും ദയയും സ്നേഹവും കൊണ്ട്, അനന്തമായ കരുണയും ദയയും സ്നേഹവും കൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട അച്ചാമ്മ ഫിലിപ്പിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് മാത്രമല്ല,
ലോകത്തെമ്പാടുമുള്ള മക്കൾക്ക് വചനം അനുഗ്രഹമാകണമേ. വചനം നമ്മെ ശുദ്ധീകരിപ്പാനും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആകുവാനും സഹായിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവോടുകൂടി ഇരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട VM അച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട PM ചെറിയാൻ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ തിരുമേനി, ചെറിയാനച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു വാക്യമായത്. നമ്മൾ ഇന്ന് ആരെയാ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്? മനുഷ്യർക്ക് ഇഷ്ടമുള്ളതുപോലെ വളഞ്ഞും തിരിഞ്ഞും ജീവിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആരാ നല്ല അച്ഛൻ? ഇടവക്കാർ വരയ്ക്കുന്ന വരയെ കൂടെ പോകുന്ന അച്ഛൻ നല്ല അച്ഛൻ. സത്യവും നീതിയും ശരിയായി പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ആർക്കും ഇഷ്ടമല്ല. അതാ ഇന്ന് ലോകം അങ്ങനെയാണ്. സത്യത്തിന് വേണ്ടി നിലനിൽക്കാനും സത്യം പറയാനും നീതി പറയാനും പേടിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. അവിടെയൊക്കെ പരിശുദ്ധനായ പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുക, നിങ്ങൾ ആരെയാ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പീലാത്തോസിനെ പോലെ കൈ കഴുകുന്നവരും നിങ്ങൾ കയ്യാപാവിനെ പോലെ മറഞ്ഞിരിക്കുന്നവരും നിങ്ങൾ ആരും കാണാതെ എല്ലാവരെയും പ്രസാദിപ്പിച്ച് സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നവരും ആകുന്നുവെങ്കിൽ എന്താ പറയുന്നത്? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല എന്നാ. ക്രിസ്തുവിന്റെ ദാസനാകണമെങ്കിൽ നീതി എവിടെയുണ്ടോ, സത്യം എവിടെയുണ്ടോ അവിടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതും ശരി ഇതും ശരി എന്നുള്ള രീതിയിലല്ല പോകേണ്ടത്. സത്യത്തിന് വേണ്ടി പോരാടാനും നീതിക്ക് വേണ്ടി നിൽക്കാനും സത്യം പറയാനും കഴിയണം. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിന്റെ ദാസന്മാരാകും, അല്ലെങ്കിൽ ദാസന്മാരായിരിക്കുകയില്ല. അത് മനസ്സിരുത്തി ഒന്ന് വായിക്കാനുള്ള ഒരു വേദഭാഗമാണ് അത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട PM ചെറിയാനച്ഛനാണ്. ചെറിയാനച്ഛനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപക്വമായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ചെറിയാനച്ഛനെ അറിയാൻ വയ്യാത്തവരായി ആരുമില്ല. എല്ലാവർക്കും പ്രിയപ്പെട്ട ചെറിയാനച്ഛനെ അറിയാം. ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ ചുമതല വഹിച്ചതിന് ശേഷം ഇപ്പോൾ 2 ഇടവുകളിലായി പ്രിയപ്പെട്ട അച്ഛൻ അവിടെ സ്തുത്യർഹമായി സേവനം അനുഷ്ഠിക്കുന്നു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആരാധനാ കാര്യങ്ങളിലും വളരെ ചിട്ടയോടുകൂടി ഭംഗിയായി ഇടവകയെ നയിക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകിയിരിക്കുന്ന ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ്റെ വാക്കുകൾ ഞങ്ങൾക്കെന്നും പ്രചോദനമാണ്. അച്ഛൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എന്നും MMBSനോട് കൂടെയുണ്ട്. MMBSന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അച്ഛൻ്റെ നേതൃത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ ഇരിക്കുന്ന ഇടവകളിൽ നിന്നും ആളുകളെ അച്ഛൻ തന്നെ കൂട്ടി യോജിപ്പിച്ച് MMBSന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ നേതൃത്വം നൽകി വന്ന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നേതൃത്വവും പ്രിയപ്പെട്ട അച്ഛൻ നൽകുന്നു. അച്ഛനെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരട്ടെ. 30, 60, 100 മേനിയെ ഫലം കായ്ക്കുന്നതാകട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ ദൈവതിരുനാമത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛൻ. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? യെസ് അച്ഛൻ. തുടങ്ങാം. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. MMVSന്റെ മോട്ടോ എന്ന് പറയുന്നത് പ്രയർ, ആക്ട്, ഷൈൻ എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായി ഇത് മൂന്നും ഒരുപോലെ പോകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. എങ്കിലും പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്ന ഊർജവും ശക്തിയും ജനത്തിൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിക്കായി ഉപയോഗിക്കുമ്പോൾ ആണ് സത്യത്തിൽ അവിടെ പ്രകാശം ഉണ്ടാകുന്നത്. ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ് MMVS ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മത്സരങ്ങൾ കൂടി വരുന്നു, ദൈവഭയമില്ലായ്മ വരുന്നു, കൊള്ളരുതായ്മ കൂടി വരുന്ന അവസരത്തിൽ ഈ ലോകത്തെ ഒന്ന് താങ്ങി നിർത്താനായിട്ട് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക എന്നൊക്കെ വണ്ണം MMVSന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. MMVS എന്നുള്ളതിൻ്റെ വിശദീകരണം എല്ലാവർക്കും അറിയാമല്ലോ. മൂർത്തമറിയാം വനിതാ സമാജം. നമ്മുടെ ഈ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്ത അമ്മ മറിയാമിൻ്റെ നാമത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്രകാരം നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ചോദ്യം എല്ലായിടത്തും സാധാരണ കേൾക്കാറുള്ളത് എങ്ങനെയാണ്? ഞങ്ങൾ വിചാരിച്ചാൽ എന്തോ നടക്കും. ഇതൊരു വലിയ ചോദ്യമാണ്, എല്ലാവരുടെയും മുമ്പിൽ വരുന്നൊരു കാര്യമാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രാർത്ഥനയിലും സഹവാസത്തിലും കൂടെ സമൂഹത്തെ അറിയിച്ച് സമൂഹത്തെ മുന്നോട്ട് നിർത്തിയ ചില സ്ത്രീകളെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാരും പുതിയവരല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ നോക്കണം. ഞാൻ ഈ സമയത്ത് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നിന്റെ ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ ബിഹോൾഡ് വണ്ടേഴ്സ് തിങ്സ് യുവർ ലോ. നീ ഞങ്ങളോട് സംസാരിക്കണമേ, കാരുണ്യവാനായ ദൈവം തമ്പുരാനെ. ഇവിടെ ഞാൻ വന്നതല്ല, നീ എന്നെ വരുത്തിയതാകുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായ വചനം ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് ലേഖ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവാഴത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്രകാരം നിന്റെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കയറി നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി വറുത്തു നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾക്കൂടെ നീ തന്നെ സംസാരിക്കണമേ. ഈ സമൂഹത്തിൽ അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിന്നിലൂടെ ചെയ്യുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. സർവ്വതും തിരുനാമത്തിനായി തീരുവാൻ കൃപയിലുള്ളണമേ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ സഹായിക്കും. സ്തുതിയും സ്തോത്രം ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ സഹോദരങ്ങളെ, എനിക്ക് 15 മിനിറ്റ് സമയമാണ് തന്നിട്ടുള്ളത് അല്ലേ? 15 മിനിറ്റ്സ്. അതുകൊണ്ട് ഈ 15 മിനിറ്റിനുള്ളിൽ ചില ആളുകളെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ഉം 5-ഉം അധ്യായത്തിൽ അവിടെ ഒരു വലിയ യുദ്ധവും ആ യുദ്ധാനന്തരം ഉണ്ടായ വിജയത്തിന് ഉണ്ടായ ഒരു വിജയ ശ്ലോകവും ചൊല്ലുന്ന 2 അധ്യായങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ഉം 5-ഉം. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇതിങ്ങനെ തുടങ്ങുന്നു. യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമാള് ചെയ്തു. യഹോ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹാരശേരത്തിൽ പാത്തിരുന്ന സീസരയായിരുന്നു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കൾ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇത് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം അല്പം അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യം എല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ
ദൈവത്തെ നമുക്ക് ഓർക്കാൻ സമയം കിട്ടുകയില്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടുകയില്ല, മറ്റു പല കാര്യങ്ങളും നമ്മൾ ആയി പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിൽ എത്തിയതിനു ശേഷം അവര് ദൈവത്തെ മറന്ന് മറ്റ് ജാതികളുടെ കൂട്ടത്തിൽ മറ്റ് ദേവന്മാരെ ആരാധിക്കാനും എല്ലാം തുടങ്ങുന്ന പല അനുഭവങ്ങൾ കാണുന്നുണ്ട്. അതിലുള്ള ഒരു അനുഭവം അവിടെ കാണുന്നത്. അവിടെ ഈ സമയത്ത് യഹോവയ്ക്ക് മനസ്സലിവുണ്ടായി. അപ്പോൾ അവരെ വിടുവിപ്പാൻ തക്കോണം ഒരാളെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് ദെബോറ. 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആ കാലത്ത് ലാപ്പിലോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈമിൽ പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവിടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഇപ്രകാരം ന്യായാധിപന്മാരുടെ ആ കാലമാണ് ഇവിടെ. അതിൽ 4-ാമത്തെ കണ്ണിയാണ് ദെബോറ എന്ന് പറയുന്നത്. അതിൽ ഇതിനു മുമ്പുണ്ടായ 3 പേര് ഉത്നിയേൽ, യേഹൂദ് ആൻഡ് ഷംഖാർ. ഈ 3 പേരാണ്. അത് കഴിഞ്ഞ 4-ാമത്തെ ആളാണ് ദെബോറ എന്ന പ്രവാചകി. യഹൂദന്മാരുടെ കാലത്ത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന കാലത്താണ് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കാൻ തക്കവണ്ണം ഈ ദെബോറ പ്രാപ്തിയായി തീരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവൾ വസിച്ചിരുന്നുകൊണ്ട് ഇത് സാധ്യമായതെന്ന് വേദപുസ്തകം തെളിയിക്കുന്നു. ഇവിടെ ദൈവസ്നേഹത്തിലുള്ള ദൈവവിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ സ്ഥാനമില്ലാതിരുന്ന സ്ത്രീ ഒരു പ്രവാചകയായി അവർക്ക് ന്യായപാലനം ചെയ്യാൻ തക്കവണ്ണം കടന്നു വരുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് ന്യായപാലനം നടത്തുന്ന നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ മനുഷ്യൻ ദൈവത്തെ മറന്നു പോകുന്ന ഒരു കാലത്ത് നമ്മൾ ഒരടി കിട്ടുമ്പോഴാണ് പിന്നെ ദൈവത്തോടെ തിരിച്ചു വരാൻ തക്കമാണ് ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഇസ്രായേൽ മക്കൾ ചെയ്യുന്നത്. അവരുടെ നിലവിളി ദൈവം കേട്ടു. എന്നിട്ട് ഈ വസ്തുത ദെബോറ ഏൽപ്പിക്കുകയാണ്. ദെബോറ ദൈവത്തിന് അരുളപ്പാട് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സൈന്യാധിപനായ ബാറാഖ് എന്ന ഒരു സൈന്യാധിപനെ പറയുകയാണ്: നീ ഇന്ന് പോയി സീസറയെയും സൈന്യത്തെയും നശിപ്പിക്കണം. ദൈവം അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഈ ബാറാഖ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. സാധാരണ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ പറയുന്നൊരു കാര്യമാണ്. അതിൽ അല്പം ഒരു വിസമ്മതം കാണിക്കും. ബാറാഖ് അവളോട് പറഞ്ഞു: നീ എന്നോട് കൂടെ വരുന്നുവെങ്കിൽ ഞാൻ പോകാം, വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ലെന്ന് പറഞ്ഞു. അതിനവൾ: ഞാൻ നിന്നോട് കൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 8-9 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ബാറാഖ് പറയാണ്: നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ യുദ്ധത്തിന് ഞാൻ പോകാം. അവന്റെ സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുറവാണ് അവിടെ കാണുന്നത്. നമ്മളിവിടെ ആദ്യം വായിച്ചു, സീസറ എന്ന് പറയുന്ന സൈന്യാധിപന് 900-ഓളം ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇവരോട് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം ഇവര് യാബീർ കീശോൻ തോട്ടിനരികെ വന്ന് യുദ്ധം നടക്കുകയാണ്. കീശോൻ തോട്ടിന്റെ കരയെന്ന് പറയുന്നത് അവിടെ ഉണങ്ങിയ കരയിൽ കൂടെ യുദ്ധങ്ങൾ വരുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഈ രഥങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെ കൊന്നുകളയുമെന്ന് സംശയമൊന്നുമില്ല. കാരണം ഇസ്രായേൽ മക്കൾ വലിയ യുദ്ധസന്നാഹം ഒന്നുമുള്ളവരല്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ചാണ് ഇവര് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം പോകുന്നത്. നമ്മൾ കാണുന്നത് ശാന്തമായി ഒഴുകിയിരുന്ന കീശോൻ തോട് പെട്ടെന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ കാണുകയാണ്. കാരണം ഈ ഇരുമ്പ് രഥങ്ങൾക്കൊന്നും അവിടെ ഈ കരയിൽ കൂടെ പ്രസക്തി ഇല്ലാതെ വരികയാണ്. കാരണം ഈ നദി കവിഞ്ഞൊഴുകാൻ തുടങ്ങിയ സമയത്ത് രഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ മക്കൾ സീസറയുടെ സൈന്യത്തെ വല്ലാതെ തോൽപ്പിച്ചു. അവസാനം സീസറ രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി നമ്മൾ കാണുന്നുണ്ട്. 17-ാം വാക്യത്തിലാണ് കാണുന്നത്. അവിടെ ഒരു വീട്ടിൽ അവിടെ ഈ സീസറ അഭയം തേടി. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ യായേൽ എന്ന് പറയുന്ന സ്ത്രീ സീസറയെ കൊല്ലുകയാണ്. അവിടെ വെച്ച് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം കൂടെയുള്ളപ്പോൾ ഏതവസ്ഥയിലും നമ്മെ കരുതുവാൻ തക്കോണം സാധിക്കുമെന്നുള്ള ഒരു വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 56-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്:
ദൈവം നമ്മുടെ ബലവും സങ്കേതവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവതി വീണാലും അതിലെ വെള്ളം മെരിച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അതുപോലെ തന്നെ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഇവിടെ നമ്മൾ കാണുന്ന ഇസ്രായേൽ മക്കളുടെ വിജയത്തിന്റെ ആ ഒരു ശക്തിയും കാണുന്നത് ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കാവലുമാണ്. അപ്രകാരം ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ തക്കവണ്ണം മുന്നോട്ട് വന്ന ദെബോറ എന്ന പ്രവാചകി ഇന്ന് നമ്മളോട് എന്താ പറയുന്നത്? ഇവിടെ പറയുന്നൊരു കാര്യം, നമ്മൾ സാധാരണ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നൊരു ചോദ്യമാണ്, ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒറ്റയ്ക്ക് തയ്യാറായ ദെബോറയെ കൊണ്ട് ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ മുഴുവനും രക്ഷിക്കാൻ തക്കവണ്ണം ദൈവത്തിന് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ളത് ബേത്ലഹേമിലേക്കാണ്. അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. എലീമേലക്കും നവോമി, അതുപോലെ 2 ആൺമക്കൾ. അവരവിടെ താമസിക്കുന്ന അവസരത്തിൽ അവിടെ ഒരു ക്ഷാമം ഉണ്ടായെന്ന് പറയുന്നു. സാധാരണ നിലയിൽ ബേത്ലഹേം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ നാടെന്നാണ് പറയുന്നത്. അവിടെയാണ് ക്ഷാമം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ നിലയിൽ നമ്മൾ സുഖമായിട്ട് ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ സാധാരണ നിലയിൽ മനുഷ്യൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ പ്രതിസന്ധി ഒന്ന് ഒഴിവാക്കി പോകാനുള്ള ഒരു അനുഭവം. അത് തന്നെയാണ് ഇവിടെ എലിമേലക്കും ചെയ്യുന്നത്. എലിമേലക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ മക്കളെയും കൂട്ടി എലിമേലക്ക് മോവാബിലേക്ക് ഓടിപ്പോവുകയാണ്. മോവാബിൽ ഓടിപ്പോയി അവിടെ ചെന്ന്, പക്ഷേ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യം നടന്നത്. എലിമേലക്ക് ഉദ്ദേശിച്ചേക്കാൾ അത് ഒരു ദുരന്തമായി തീർന്നുവെന്ന് കാണുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. എലിമേലക്കും കുടുംബവും ക്ഷാമമുണ്ടായപ്പോൾ മോവാബിലേക്ക് ഓടിപ്പോയി താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തേക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. ഏകദേശം 10 വത്സരം അവിടെ താമസിച്ചു. പിന്നെ മഹ്ളോനും കില്യോനും മരിച്ചു. പ്രിയമുള്ളവർ, ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധി വിട്ട് ഓടിപ്പോയ ഈ കുടുംബത്തിന് ഉണ്ടായത് വലിയൊരു ദുരന്തമാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ദൈവത്തിന്റെ നാട്ടിൽ നിന്ന് അവർ ഓടി വേറെ സ്ഥലത്ത് പോയി. അവിടെ അവർക്ക് ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ തരുന്നതായ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ദൈവത്തോട് ചേർന്നിരുന്ന് പോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് നവോമിയാണ്. നവോമിയല്ല, രൂത്തിനെയാണ്. ഇവിടെ 3 വിധവമാരെ ഇവിടെ ജീവിക്കുകയാണ്. അവിടെ വെച്ച് നവോമിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല. അപ്പൊ അതുപോലെ തന്നെ കേട്ടു, ബെത്ലഹേമിൽ ക്ഷാമമെല്ലാം മാറി, ആഹാരമെല്ലാം പഴയതുപോലെയായി എന്ന് മനസ്സിലായി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ നവോമി ഈ മരുമക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇനി എൻ്റെ കൂടെ വന്നിട്ട് എന്തോ ചെയ്യാനാ? അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ ജനത്തിന്റെയും അടുക്കൽ പോയി സുഖമായി ജീവിച്ചോളാം പറഞ്ഞുകൊണ്ട് നവോമി ഈ 2 മരുമക്കളെയും പറഞ്ഞു വിടുകയാണ്. ആദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചെങ്കിലും ഓർപ്പ രണ്ടാമത് തീരുമാനിച്ചു, ഓക്കെ, ഇത് പറയുന്നത് ശരിയാണ്, പോയേക്കാം എന്ന് വെച്ച് പോയി. എന്നാൽ രൂത്ത് അവിടെ വളരെ ശക്തമായിട്ട് പറയുന്നു, ഞാൻ ഒരു കാരണവശാലും നിന്നെ വിട്ടു പോകുകയില്ല. നീ എവിടേക്ക് പോകുന്നോ അവിടേക്ക് ഞാനും പോകും. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? 1-ാം അധ്യായം 15-ാം വാക്യം 16-ാം വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്തിലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാനുള്ള ഉറച്ചിരിക്കുന്നു കണ്ടപ്പോൾ അവൻ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. ഇവിടെ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം
പ്രസക്തത ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹം വളരെ രസകരമായിട്ടുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരു ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാലന്റൈൻ ദിവസത്തെ ഒരു കാർഡ് കൊടുത്തില്ലെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ വലിയ പ്രശ്നങ്ങളും ഈവൻ വിവാഹമോചനത്തിന് പോലും തയ്യാറാകുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ രൂത്തിന്റെ അനുഭവം നമുക്ക് എത്രമാത്രം പ്രസക്തമാക്കും എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും അതിൻ്റെ എൻഡിലേക്ക് നമുക്കൊന്ന് പോയി. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ തൻ്റെ അമ്മാവമ്മയോട് ഒരു പ്രത്യാശയുമില്ലാതെ നിൽക്കുന്ന തൻ്റെ അമ്മാവമ്മയോട് കാണിക്കുന്നത് ആ വിശ്വസ്തത, അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രൂത്തും നവോമിയും തിരിച്ച് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് രൂത്തിന്റെ ആ വിശ്വസ്തതയും അതുപോലെ തന്നെ കഠിനാധ്വാനം. ബെത്ലഹേമിൽ ചെന്ന് അവിടെ ആ സമയത്ത് ബാർലി വിളവെടുപ്പിന് സമയമാണ്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കൊയ്ത്ത് കാലത്ത് മുഴുവനും അരികു ചേർത്ത് കൊയ്യരുതെന്നാണ് പറയുന്നത്. കാരണം പരദേശികൾക്കും പാവപ്പെട്ടവർക്കും അതിൻ്റെ ബാക്കി കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം അതിൻ്റെ അരികു ചേർത്ത് കൊയ്യരുത്. അതുപോലെ തന്നെ കൊയ്ത്ത് വാരുന്ന അവസരത്തിൽ മുഴുവനും വരാതെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപേക്ഷിക്കണമെന്ന് അവിടെ അവരുടെ നിയമം അനുസരിച്ച് ഈ കൊയ്ത്തുകാരുടെ പുറകെ പോയി രൂത്ത് വേല ചെയ്യാൻ തക്കവണ്ണം അമ്മാവിയമ്മയോട് അനുവാദം ചോദിക്കുകയാണ്. അമ്മാവിയമ്മയുടെ അനുവാദത്തിൽ കൂടെ ഏതായാലും തങ്ങളുടെ ചാർച്ചക്കാരനായ ബോവസ് എന്നൊരു ധനികന്റെ വയലിൽ പോയി വേല ചെയ്യുകയാണ്. കതിര് പറക്കുന്ന അവസരത്തിൽ ബോവസ് ആ വഴി വരുന്നുണ്ട്. അവിടെ വെച്ച് വേലക്കാരനോട് ചോദിച്ചു, ഈ സ്ത്രീ ഏതാണ്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നയാളാണ്, നവോമിയുടെ മരുമകളാണെന്ന് പറഞ്ഞു. അവിടെ ബോവസ് അവളെ അനുവദിക്കുകയാണ് അത് കതിര് പറക്കാൻ തക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ദൈവം അനുകൂലമാക്കി തരുമെന്നുള്ളതാണ്. ഇവിടെ ഒരു പരദേശ സ്ത്രീ, അവളെ ഈ വലിയവനായ ആ ഒരു ധനികനായ മനുഷ്യൻ അവളെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല അവളോട് സ്നേഹം തോന്നുന്നു, അവളോട് കരുണ കാണിക്കുന്നു. അത് ഇവിടെ പ്രത്യേകമായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഒരു അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് ചോദിച്ചു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. രൂത്ത് കാണിച്ച വിശ്വസ്തയുടെ വലിയൊരു അനുഭവമാണ് ബോവസിന് രൂത്തിനോട് കരുണ തോന്നുന്ന തമ്പുരാനോടെ അനുവദിച്ചത്. മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഏറ്റവും ഒടുവിൽ വായിക്കുന്നത്, രൂത്തിന്റെ പുസ്തകം ഏറ്റവും ഒടുവിൽ വായിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ രാമാമിനെ ജനിപ്പിച്ചു, രാം അമ്മീദാനാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായി ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. വലിയവനായ ദാവീദിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആവാൻ തക്കവണ്ണമുള്ള വലിയൊരു ഭാഗ്യത്തിലേക്കാണ് ഇവിടെ രൂത്ത് വരുന്നത്. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ വായിച്ചതായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ വംശപാരമ്പര്യം പറയുമ്പോൾ അതിലൊരു കണ്ണിയായി തീരുവാൻ തക്കവണ്ണം രൂത്തിന് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിശ്വസ്തത, ജീവിതത്തിൽ കാണിക്കുന്ന വിശ്വസ്തത, ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തയും അതുപോലെ തന്നെ കഠിനാധ്വാനവും മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു സത്യമാണ്, ഒരു ദൂതാണ് ഇപ്പോൾ നമുക്ക് രൂത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്ന സമയം അവസാനിക്കാറായി തോന്നുന്നു. ഒരാളെയും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വേറെ ആരുമല്ല, വളരെ പ്രശസ്തിയായ തീർന്ന ഒരു അടിമയും അതേ സമയത്ത് ഒരു അനാഥ പെൺകുട്ടിയെ വരുന്ന ഒരു പെൺകുട്ടി രാജാവിന്റെ രാജ്ഞിയായി തീർന്ന ഒരു കഥ നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എസ്തേറിനെയാണ് ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാണുന്നത് അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ഈ അടിമ പെൺകുട്ടിക്ക് സാധിച്ചു. നമ്മൾ ആദ്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടായ പ്രവാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു
നമ്മൾ കാണുന്ന എസ്തേറിന്റെ കസിൻ ആയിരിക്കുന്ന മൊർദെഖായി എന്ന് പേരങ്ങ് മറന്നുപോയി. മൊർദെഖായി എടുത്ത് വളർത്തിയ പെൺകുട്ടിയാണ് ഈ എസ്തർ എന്ന് പറയുന്നത്. കഥയെല്ലാം എസ്തറിന്റെ പുസ്തകത്തിലുള്ള കഥയെല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കഥ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഉയർച്ചയും അതേ സമയത്ത് അഹങ്കാരം കൊണ്ട് താണുപോയ ഒരു മനുഷ്യന്റെയും കഥയാണ് നമ്മൾ കാണുന്നത്. അഹശ്വേരോശ് രാജാവിന്റെ മന്ത്രിയായിരുന്ന ഹാമാനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് രാജാവിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അവസരത്തിൽ അഹങ്കാരം കൊണ്ട് അവൻ മൂത്തു. അവസാനം ഈ യഹൂദ ജാതിയെ നശിപ്പിക്കാൻ തക്കവണ്ണം ഹാമാൻ തീരുമാനിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് വസ്തി രാജ്ഞിയെ രാജ്യസ്ഥാനത്ത് മാറ്റി എസ്തേറിനെ തെരഞ്ഞെടുക്കുന്ന കഥയിൽ നമ്മൾ 1-2 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടേക്കൊന്നും ഞാൻ വരാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ എല്ലാം കാണുന്ന ഒരു കാര്യം, ഇവിടെ വളരെ വിശ്വസ്തനായ മൊർദെഖായിയുടെ സംരക്ഷണയിൽ വളർന്ന എസ്തേറും ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും വളർന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അവളെ തെരഞ്ഞെടുത്ത അവസരത്തിൽ തന്നെ ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ അവളോട് അന്നത്തെ സേനാനായകന് കരുണ തോന്നുകയും ഒക്കെ പ്രത്യേകമായ ചില സംഭവങ്ങളെല്ലാം ചെയ്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം എസ്തേറിനെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, മൊർദെഖായിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ മൊർദെഖായിയുടെ കഥകൾ വായിക്കുന്നില്ലെങ്കിലും ഈ അപ്പോക്രിഫ പുസ്തകത്തിൽ എസ്തേറിന്റെ ഒരു 4 അധ്യായങ്ങളുണ്ട്. അതിൽ മൊർദെഖായി ആരായിരുന്നെന്നും എസ്തേറിന്റെ ജീവിതം എന്തായിരുന്നെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകമായിട്ടും നമുക്കത് വായിക്കാൻ സാധിക്കും. എസ്തേറിന്റെ രാജ്യസ്ഥാനത്തേക്ക് വന്നു. യഹൂദന്മാരെ നശിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു തീരുമാനം രാജാവിനെ കൊണ്ട് ഹാമാൻ എടുപ്പിക്കുകയാണ്. അത് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നീ രാജാവിന്റെ അടുത്ത് ചെന്ന് ഇത് എങ്ങനെയെങ്കിലും ഈ നാശം ഒന്ന് ഒഴിവാക്കി തരാൻ തക്കവണ്ണം രാജാവിനോട് പറയണമെന്ന് പറയുമ്പോൾ അവിടെ എസ്തേർ മൊർദെഖായിയോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സദസ്സിലേക്ക് പോകാനുള്ള അനുവാദമില്ല. അടുത്ത 3 ദിവസത്തേക്ക് എനിക്ക് പോകാൻ തക്കവണ്ണം അനുവാദമില്ലാതെ അവിടെ ചെന്നാൽ രാജ്ഞിയായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവർ വധിച്ചു കളയുമെന്നുള്ളതാണ്. എന്നാൽ അവിടെ മൊർദെഖായിയുടെ നിർബന്ധം മൂലം എസ്തേർ സമ്മതിക്കുകയാണ്. അതിന് മുമ്പായിട്ട്, രാജസന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എസ്തേർ മൊർദെഖായിയോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും കൂടി ഒരു 3 ദിവസത്തെ ഉപവാസം നടത്തണം. അതുപോലെ തന്നെ ഞാനും അപ്രകാരം ഉപവസിക്കാം. അതിനുശേഷം ഞാൻ രാജാവിന്റെ സന്നിധിയിലേക്ക് പോകാമെന്ന് പറയുന്നു. അവിടെ 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസത്തിന് ശേഷം എസ്തേർ രാജസന്നിധിയിലേക്ക് പോകാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്. അതിന്റെ വിശദമായിട്ടുള്ള ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ, അപ്പോക്രിഫ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ 3 ദിവസം ഉപവാസത്തിന് ശേഷം എസ്തേർ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഷീ കനോട്ട് ഈവൻ വാക്ക്. അത്രമാത്രം ക്ഷീണിച്ച് അവശയായ എസ്തേറിനെ ദാസിമാര് പിടിച്ചുകൊണ്ടാകുന്നു. ഏതായാലും കൊള്ളാം, സംഭവം എല്ലാവർക്കും അറിയാം. രാജാവിന് എസ്തേറിനോട് ദയ തോന്നി അവന്റെ ചെങ്കോൽ നീട്ടി അവളുമായിട്ട് അവളെ രാജസ്ഥാനിലേക്ക് സ്വീകരിക്കുകയാണ്. ഇവിടെ വെച്ച് രാജാവ് ഒരു കാര്യം ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിനക്ക് എന്ത് തരണം? രാജ്യത്തിന്റെ പകുതിയായാലും തരാമെന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ അവിടെ എസ്തേർ രാജാവിനോട് ചോദിക്കുന്നുള്ളൂ. നാളെ ഞാൻ ഒരുക്കുന്ന എൻ്റെ ഒരു വിരുന്നിൽ ഹാമാനും രാജാവും വന്ന് സംബന്ധിക്കണം എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വിരുന്നിൽ വന്ന് സംബന്ധിക്കുന്നു. അവിടെ വെച്ചും രാജാവ് ഇതേ ചോദ്യം ചോദിച്ചു, എന്ത് ഞാൻ നിനക്ക് ചെയ്തു തരണം, എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം കൂടെ പറയുന്നു, ഞാൻ ഒരുക്കുന്ന വിരുന്നിൽ രാജാവും ഹാമാനും വന്ന് സംബന്ധിക്കണം എന്ന് പറഞ്ഞു. എന്ന് ആ വിരുന്ന് അവിടെ തീരുകയാണ്. അന്ന് രാത്രിയിൽ രാജാവിന്, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അന്ന് രാത്രിയിൽ അഹശ്വേരോശ് രാജാവിന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഉറക്കം വരാതിരുന്നുകൊണ്ട് രാജസന്നിധിയിൽ എഴുതി ദിനവൃത്താന്തങ്ങൾ എഴുതിയ പുസ്തകം കൊണ്ടൊന്ന് വായിക്കാൻ പറയുന്നു. അവിടെ വെച്ചൊരു സംഭവം രാജാവ് കേട്ടു.
ഈ രാജാവിനെ വധിക്കാൻ 2 ഷണ്ഡന്മാർ മുമ്പ് ആലോചിച്ചതും അതിനെ മൊർദെഖായി കണ്ടുപിടിച്ച് രാജ്ഞിയെ അറിയിച്ച് ആ കൊലപാതകത്തിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചതുമെല്ലാം രാജാവ് വായിച്ച അവസരത്തിൽ പരിചാരകനോട് ചോദിച്ചു, എന്തോ ചെയ്യണം, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ആളെ ബഹുമാനിക്കാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹാമാൻ അഹങ്കാരം മൂത്ത് ഇവരെ കൊല്ലാൻ തക്കവണ്ണം തീരുമാനിച്ചു. അവിടെ ഹാമാൻ മൊർദെഖായിയെ കൊല്ലാനായിട്ട് ഉള്ള ഒരു കഴിമരം ഒരുക്കിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്, രാജാവിനോട് ആവശ്യപ്പെടാൻ തക്കവണ്ണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാമാനെ രാജാവ് വിളിപ്പിച്ച് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം എന്നോർത്തോണം. നമ്മൾ ആ സംഭവം ഒന്ന് ഓർത്തോണം. ഹാമാൻ വിചാരിച്ചു, എന്നെ അല്ലാതെ വേറെ ആരാ ഇനി രാജാവ് ആദരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, രാജാവിന്റെ വസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി രാജാവിന്റെ കിരീടവും വെച്ച് വീതിയിലൂടെ നടത്തി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ഇപ്രകാരം ഉയർത്തുമെന്ന് പറഞ്ഞ് വിളംബരം ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ഹാമാൻ കെട്ടി അടി നോക്കണം, പറയുകയാണ്, ഈ പ്രകാരം മൊർദെഖായിയോട് നീ ചെയ്യണം, കാരണം ഒട്ടും കുറയ്ക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, അവനെ കൊല്ലാനായിട്ട് ഒരുത്തൻ കടന്നു വന്നിരിക്കുക. അഹങ്കാരം മൂത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് സംഭവിച്ചു. ആ മനുഷ്യനെ കൊണ്ട് കൊല്ലാനായി വന്ന മനുഷ്യനെ ബഹുമാനിക്കാൻ തക്കമുള്ള ഒരു ഉത്തരവാദിത്തം ലഭിക്കുക. കഥ ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കുക, കാരണം ഹാമാനെ അവിടെ തൂക്കിക്കൊല്ലുന്നു, ഇതെല്ലാം സംഭവിച്ചു. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ധൈര്യം, ദൈവത്തിലുള്ള ആശ്രയം, പ്രാർത്ഥനയിലും ഉപവാസത്തിലുള്ള ആ തീരുമാനം ഒരു നാഷനെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന അനുഭവം. ഇത് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹം ഇതുപോലെ, ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ, താഴ്മയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വി ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എന്നൊക്കെയാണ് നമ്മുടെ മോട്ടോ തന്നെയാണല്ലോ, പ്രയർ, ആക്ട് ആൻഡ് ഷൈൻ. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപ്രകാരം ദൈവത്തോട് ചേർന്ന് നിന്ന് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഈ 3 പേർ നമ്മൾ പറയുകയാണ്. 3 പേര് ദെബോറ എന്ന പ്രവാചകി, അവളുടെ ഒറ്റയ്ക്കുള്ള ആ തീരുമാനം ഒരു രാജ്യത്തെ രക്ഷിച്ചതുപോലെ, അതുപോലെ തന്നെ രൂത്തിന്റെ വിശ്വസ്തത ആ കുടുംബത്തെ രക്ഷിച്ചത്, അതുപോലെ തന്നെ കർത്താവിന്റെ വംശാവലിയിൽ ബന്ധപ്പെടാൻ സാധിച്ചതുപോലെ, അതുപോലെ എസ്തേറിന്റെ വിശ്വസ്തതയും പ്രാർത്ഥനയും താഴ്മയും ആ യഹൂദ വംശത്തെ രക്ഷിച്ചതുപോലെ ഈ ലോകത്തെ രക്ഷിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകമാണെന്ന് ഓർക്കണം. കർത്താവ് പറഞ്ഞ പോലെ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഇന്ന് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം ചെയ്യുവാൻ തക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്നുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ദൈവം കരുതുമെന്ന് നമ്മൾ ഇന്ന് പാടിയ 2 പാട്ടിന്റെയും അതിനുള്ള ഉള്ളടക്കം അതാണ്. ഏത് പ്രതിസന്ധിയിലും ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന ആ ഒരു ബോധ്യത്തിൽ പോകാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടും അനുവാദം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും അതുപോലെ തന്നെ ഷീനയോടും എല്ലാ ചുമതലക്കാരോടുള്ള സന്തോഷം അറിയിക്കുന്നു. എന്നെ കേട്ടിരുന്ന നിങ്ങളോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വിചാരിക്കുന്നു സമയം കൂടിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്പം കൂടിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. 3 സ്ത്രീകൾ അവര് സമൂഹത്തിലും കുടുംബത്തിലും എങ്ങനെയാണ് പ്രയോജനമുള്ളവരായി തീർന്നത്, അവർ കാരണം എങ്ങനെയാണ് ഒരു സമൂഹം മുഴുവനും, ഒരു ജാതി മുഴുവനും, ഒരു കുടുംബവും ഒക്കെ എങ്ങനെയാണ് മുൻപോട്ട് നീങ്ങിയത് എന്നാണ് ഓർമ്മിപ്പിച്ചത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചത്. ദെബോരയും റൂത്തും എസ്തേറും വളരെ പരിചയമുള്ള ആളുകളാണ്. ന്യായാധിപ സ്വഭാവവും ഒരു സമൂഹത്തിന് ഒരു രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരും ഒക്കെ ചിന്തിക്കേണ്ട അനുഭവമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി. ഞങ്ങളെ ഓർമ്മിപ്പിച്ച വാക്കുകൾ
ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ സമയത്തിന്, സാന്നിധ്യത്തിന്, MMVSന്റെ ഭദ്രാസനത്തിന്റെ പേരിലുള്ള ഭദ്രാസനത്തിന്റെ MMVSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട PM ചെറിയാനച്ഛൻ്റെ അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പ്രശോഭിപ്പാനും നമുക്ക് ഏവർക്കും കഴിയണമേ എന്ന് യാചിക്കുകയും ചെയ്യുന്നു. വചനം കേട്ട് മറന്നു പോകുന്നവരല്ലാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ഭാവാതിരുമേനിയെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കന്മാരെയും ഒരുപോലെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാൻ എവരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവം അനുവദിച്ച നാളെ തിരുമേനിയുടെ ജന്മദിനമാകുന്നതല്ല. ഇത്രത്തോളം വഴി നടത്തിയ ദൈവമേ, മേലിലും വഴി നടത്താമേ. ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടുകൂടി അവിടുത്തെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിനെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവേഷ്ടപ്രകാരം വേറെ ചെയ്യുവാനുള്ള കൃപ നൽകണമേ. വന്യ വൈദ്യ ശ്രേഷ്ഠർ, കുസുമമാർ, ഭർത്തമറിയ സമാജം ഭാരവാഹികൾ, എല്ലാ ആത്മീയ സംഘടനകളുടെയും നേതാക്കൾ, പ്രത്യേകിച്ച് മർത്തമറിയ സമാജം ഭാരവാഹികൾ, ആൾട്ടർ ബോയ്സ്, ഓരോ ഇടവകയുടെയും ചാർജ് വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എല്ലാവർക്കും വേണ്ട ശക്തി നൽകണമേ. പരിശുദ്ധാത്മ കൃപ ലഭിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഓരോ വ്യക്തിയെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ മക്കളെയും അഭിഷിക്തരെയും അല്ലാതെ മായനെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈമോലിയച്ഛൻ, ബഹുമാനപ്പെട്ട ഐറിൻ ജെ അലക്സ് അച്ഛൻ, ബഹുമാനപ്പെട്ട സന്തോഷ് ബേബി അച്ഛൻ, ഇവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇവിടുത്തെ അണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി സിക്കായിരിക്കുന്ന എല്ലാവർക്കും വേണ്ട ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ വർഗീസ് PS അച്ഛന് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നു. ലഭിച്ച സൗഖ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗഖ്യം ലഭിക്കാനിരിക്കുന്നവർക്കും അല്ലാത്തവർക്ക് ആയ അവസ്ഥയിൽ മുൻപോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടിയും യാചിക്കുന്നു. ശാന്ത തോമസ്, ഷിനി ബോബി, AB തോമസ്, ദിലീപ് കുരുവിള, ഷനു തോമസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അരുണിന് വേണ്ടി സ്തോത്രം. ഉമ്മൻ കോര, ലിസി, റേച്ചൽ, കുഞ്ഞുമോന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മേലിലും പ്രാർത്ഥന തുടരുന്നു. എലിസബത്ത് സക്കറിയ, അനേകം പേരുണ്ട്. എല്ലാവരും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അടിക്കടി വൈഷമ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം ഭവനങ്ങളുണ്ട്. എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വീണുപോകാതെ വിട്ടുപോകാതെ കൃത്യമായി പ്രാർത്ഥിക്കുന്നു. നിമിക്കസ്മെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിഷ, ഷീജ, അനേക മക്കളുണ്ട്. എങ്കിലും അവർക്ക് അല്പാൽപമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസം അവർക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നു. ബർത്ത്ഡേസ് ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ഫിലിപ്പ്, നിമി, ഏബ്രഹാം സക്രിയ, ഇവരുടെ ബർത്ത്ഡേക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രത്തോടെ ഇന്ന് വരെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് സ്തോത്രവും മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന മക്കളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ന്യൂ ബോൺ ആയുള്ള കുഞ്ഞുങ്ങൾ, ബാപ്റ്റിസം സ്വീകരിച്ച കുഞ്ഞുങ്ങൾ, ഇവരെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ജിതിൻ ജോയ്, ഏബൽ, വിനി, ഡീഗൻ സോളമൻ, ഡീഗൻ റയൻ, ഡീഗൻ മാത്യു, ഡീഗൻ ആർജി, ഇവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ജിയാൻ ആൻഡ് ജോയൽ ജോർജ്, ഇവർക്ക് വേണ്ടി പ്രത്യേകമായി സ്തോത്രത്തോടെ രോഗാവസ്ഥയിൽ ഇരുന്നവരാവുന്നു, സൗഖ്യം പ്രാപിച്ചവരാവുന്നു. അതേസമയം ജോയൽ ജോർജിക്ക് വീണ്ടും രോഗമുണ്ടാവുകയും ഇപ്പോൾ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. വീണ്ടും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു.
ജനറേഷന് വേണ്ടി നാം പ്രത്യേകമായി എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. പൈശാചിക പീഡനങ്ങൾ, പ്രലോഭനങ്ങളിൽ നിന്ന് പാവപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് കുഞ്ഞുമക്കളെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരിലെ യുവജനങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ദൈവവചനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ദൈവവചനം ആദരിക്കുന്നവർ ഉത്കൃഷ്ടരാണ്. പ്രമാണിക്കുന്നവർക്ക് ഉള്ള നന്മ വളരെ ബഹുലമായ നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. നാം ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ലീഡിയ, ആൻമാർ 2 പേർ, എലിസബത്ത് 2, കാരലിൻ, ഹന്ന, ആൽബിറ്റ്, ലോറൻസ്, നെയ്തൻ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ദിവസം വെച്ച് കണ്ണുനീരോടെ നമുക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ലോകമെമ്പാടുമുള്ള കുഞ്ഞുമക്കൾ ഇന്റർനെറ്റിന്റെ അവിടെയുള്ള അഡിക്ഷൻ, ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ സൂയിസൈഡ് ടെൻഡൻസി, ഡെസ്പെയർ, ഡിപ്രഷൻ ടെൻഡൻസി, പഠനത്തോടുള്ള ഇൻഡിഫറൻസ്, ഇവയിൽ നിന്നെല്ലാം അവരെ കരയേറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജോബിൻ ആൻഡ് സോണിയ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള റിക്വസ്റ്റ് പല പ്രാവശ്യം ലഭിച്ചു. ഞാൻ മാതാവിന്റെ ആ റിക്വസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദനത്തോടെ ഓർക്കാനിടയായി. പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. തീർച്ചയായിട്ടും നാം ഒന്നിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇത്രയും കൂടി വന്ന തിരുമേനി മുമ്പേ സൂചിപ്പിച്ച പോലെ ആദ്യം 76-ലധികം അംഗങ്ങളുണ്ടായിരുന്നു. വിശ്വാസത്തോടെ യാചിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ജോബിനും സോനിയയ്ക്കും അനുഗ്രഹമായിട്ട് നമ്മുടെ സച്ചിൻ നിഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനേകം മക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് അനുഗ്രഹമായ ഒരു കുടുംബജീവിതം നൽകാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അനാഥ വിധവമാർ, ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർ, അവർക്ക് വേണ്ടി നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാവരെയെല്ലാം ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ ടീമിനെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ദീപ കൊച്ചമ്മ, മഞ്ജു, മേരി, മായ, മെലിസ, മേഴ്സി, മർലിന്മാർ 2 പേര്, മിനി 2 പേര്, മിറാൻഡ്, അമ്മൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു. ഹന്നയുടെ കണ്ണീർ കണ്ട് ഉത്തരം വള്ളി കർത്താവേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നവർ സ്തോത്രത്തോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യമോ മഹത്വത്തിനായിട്ട് വളർത്തുവാൻ ഇടവരുന്നു. പരിശുദ്ധ മാതാവിനെ പരിശുദ്ധാത്മാവിനാൽ ഗുരുവായി കർത്താവിനെ കൊടുത്തതുപോലെ തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വേണ്ടി യാചിക്കാം. ആത്മസ്നേഹം ആവശ്യപ്പെടുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്. ഏബൽ, സോഹൻ, കാരൽ, ജെറമി, മിനു, ആലൻ, അശ്വിൻ, സിറിൽ, ബെനി, ജെഫോസൺ, ഷേമ, ജോജി, ടിന, ടിജ, മറിയ, ലീന, ടാഷ, നിക്കോൾ, ഇവരോടൊപ്പം അനേക മക്കളുടെ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും ഉണ്ട്. എല്ലാ റിക്വസ്റ്റുകളും എപ്പോഴും വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും വിശ്വാസത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥന, വലിയവരും കുറവുള്ളവരും ബലഹീനരുമായ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് അതിനൊരു ഉത്തരം നൽകും. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, തക്ക തുണയപ്പെടുത്തും. ദൈവത്തിനെ അനുഗ്രഹിക്കാൻ സാധിക്കും. കുടുംബം ദൈവത്തിന്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു നല്ല പദ്ധതിയാകുന്നുവല്ലോ. ആശ്രയ, കാരുണ്യനിലയം ഉള്ള ഒരുപാട് വോളണ്ടറി സംഘടനകളുണ്ട്. അവർക്ക് ധനസഹായം ആവശ്യമുണ്ട്. നോമ്പ് കാലയളവാണ്, നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ സഹായങ്ങൾ നാം നൽകുന്നു. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇത് അവർക്ക് സഹായമാകും. ദൈവം സ്തോത്രം ചെയ്ത് വാഴ്ത്തി നിറഞ്ഞു പഞ്ചപ്പം കൊണ്ട് അനേകം പേരെ പുഷ്പിച്ചു. നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങൾ മനസ്സോടെ കൊടുക്കുന്ന ദൈവത്തിന് അനുഗ്രഹമാകുന്നു. യുദ്ധത്തിന്റെ വിഷമം അനുഭവിക്കുന്നവർ, ക്രിസ്ത്യാനിയായി പീഡ അനുഭവിക്കുന്നവരെ, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്നവർ എല്ലാവരും ദിവസം വായിക്കുന്നു. ശാരീരികമായും മാനസികമായും ആത്മീയമായും
വിഷമം രോഗാവസ്ഥയിരിക്കുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ ദൈവസേനയിൽ സമർപ്പിക്കുന്നു. വ്യക്തിയായി സമാധാനം അനുഭവിക്കാതെ, കുടുംബമായി സമാധാനമില്ലാതെ, അതുപോലെ തന്നെ ഇടവകയായി, സഭയായി, രാഷ്ട്രങ്ങളായി സമാധാനം അനുഭവിക്കാത്ത എല്ലാ മക്കളെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. ഒരുപാട് പേരുടെ റിക്വസ്റ്റുകളുണ്ട്. ഓരോരുത്തരെയും പേരായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാനെ, സമാധാന പ്രഭുവായി വന്ന കർത്താവെ, സമാധാനം നൽകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് യാചിക്കുന്നു. യാത്ര ചെയ്ത് വന്ന കുട്ടിയെ ഓർത്ത് സ്തോത്രം. അച്ചാമ്മ ആൻഡ് എലിസബത്ത് ക്ഷേമത്തോടെ വന്നു സ്തോത്രം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യാനിരിക്കുന്ന മിന്നോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ജേർണി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നവർ, ജയിൽവാസം അനുഭവിക്കുന്നവര്, ജയിലിൽ വോളണ്ടറി സർവീസ് ചെയ്യുന്നവര്, സുവിശേഷ വേല അറിയിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. കൺസ്ട്രക്ഷനിലിരിക്കുന്ന ചർച്ചസ്, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലെ സെയിന്റ് സ്റ്റീഫൻസ്, സെയിന്റ് ഗ്രിഗോറിയസ് ചർച്ചസ്, ഡിട്രോയിറ്റിലെ സെയിന്റ് ഗ്രിഗോറിയസ് ചർച്ച്, കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, ഫിലിപ്പച്ചന്റെ ചർച്ച്, എല്ലാ കൺസ്ട്രക്ഷൻ ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർമ്മാണം പൂർത്തിയാക്കി എല്ലാവരും ആരാധനയും പ്രാധാന്യം കൊടുക്കുന്നതിന് തീരുമാനം ദൈവരാജ്യം മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. ഈ സമയത്ത് ഔലിയൻ ബാവ തിരുമേനിയുടെ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥയാചിക്കുന്നു. അഭിമന്യ ഭരണവാസ് തിരുമേനിയെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥയാചിക്കുന്നു. നാളെ ഓർമ്മയാതിരിക്കുന്ന ലില്ലിമാമ, കുര്യൻ ബാബു സാറാമ വർഗീസ്, സ്റ്റെഫാനിയ, സാറ ഫിലിപ്പ്, അവരുടെ മാതാപിതാക്കൾ ജെസ്സി ആന്റണി, എലിക്കുട്ടി, അനേകം മക്കളുടെ ഓർമ്മയും ആകുന്നു. എല്ലാ അഭിഷിക്തരെയും എല്ലാ ആത്മായാലും പ്രിയപ്പെട്ടവരെ ആത്മാക്കളെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ദേവസന്നിധി കടന്നു ഇന്ന് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും ദേവസന്നിധി സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളുണ്ടാവാം, എല്ലാം ദേവസന്നിധി സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട അന്ന എബ്രഹാം ആകുന്നു. അന്ന എബ്രഹാമിനെയും കുടുംബത്തെയും ദേവസന്നിധി സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട അന്ന എബ്രഹാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിപരിശുദ്ധമായ ഈ ദിവസത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവെ ഒരുമിച്ച് പല ഭവനങ്ങളായിരുന്നു, പല സ്റ്റേറ്റുകളായിരുന്നു ഒരുമനപ്പെട്ട് അവിടുത്തെ അടുക്കലേക്ക് അടുത്തു വരുന്നത്. അതിനായി നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇപ്പോൾ എലിസബത്തിൻ്റെ മുമ്പാകെ അർപ്പിച്ച എല്ലാ പേരുകളും കർത്താവെ, അവരുടെ ആവശ്യങ്ങളും ഞങ്ങൾ ഒരിക്കൽ കൂടി കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. സകലത്തെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ ഈ സമയത്തിൽ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓരോ പ്രഭാതവും ഞങ്ങൾ കണ്ണു തുറന്ന് ഉണരുമ്പോൾ കർത്താവെ, അവിടുത്തെ ദിവ്യ പ്രകാശവും ദിവ്യ സ്നേഹവും അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഉണർത്തുന്ന കൃപയോർത്ത് ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ പേര് മാറ്റപ്പെട്ടു. ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും അവിടുത്തെ പക്കൽ എല്ലാത്തിനും നീക്കിപ്പോക്കുണ്ട് എന്നും ഞങ്ങൾ അറിയുന്നു കർത്താവെ. കർത്താവെ, ഈ അവസരത്തിൽ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ഭവനങ്ങളെ തന്നെ പൂർണ്ണമായും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാണല്ലോ. അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നും കൊണ്ട് അവിടുത്തെ മക്കൾ എന്നുള്ള അവകാശത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള എല്ലാ സാധ്യതകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനത്തെ കേൾപ്പാനും അടുത്തു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും വരാൻ സാധിക്കാതെ പോയവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വ്യക്തിപരമായ ഭാരങ്ങളുണ്ട് കർത്താവെ, രോഗങ്ങളുണ്ട് കർത്താവെ, ദുഃഖങ്ങളുണ്ട് കർത്താവെ. എന്നിരുന്നാലും ഞങ്ങൾ അവിടുത്തെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സകല ഭാരങ്ങളും ഏറ്റു നിൽക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടയിലെ രോഗികളോട് കരുണ തോന്നണമേ കർത്താവെ. രോഗശയ്യയിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെയും പേരുകളാൽ സമർപ്പിച്ചുവല്ലോ.
രോഗഭീതിയിൽ കഴിയുന്നവരോടും കരുണ തോന്നണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. പലവിധമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ നിങ്ങളുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, നാഥാ, സ്വർഗം തുറന്ന് ചെവിചായ്ച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയെ തിരുസന്നിധിയിൽ എത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദാനമായി തന്നിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, പല പ്രദേശത്തായിട്ട് ജോലിക്കായിട്ടും സ്കൂളുകളായിട്ടും പോയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കർത്താവിന് കരുണ തോന്നണമേ. കർത്താവിൻ്റെ സ്നേഹത്താൽ അവരെ പൊതിഞ്ഞു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഹാരദൂതൻ പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ പൊതിഞ്ഞു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്ലീബ അവർക്ക് കാവലും കോട്ടയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാനാണല്ലോ കർത്താവെ. അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. ആയുസുള്ള കാലം അത്രയും കർത്താവെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി ഏതെന്നറിയാതെ കർത്താവെ നിൽക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ, പുതിയ സാധ്യതയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, കൊച്ചുമക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ഒരു പരിഹാരകനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിൽക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാവത്തിന്മേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തിയ പിതാക്കന്മാരെ എല്ലാവരെയും ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ജന്മപ്പെരുന്നാളിനോട് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ സ്തോത്രം. ഉത്തരമള്ളിക്കൊണ്ടിരുന്ന ദൈവമേ സ്തോത്രം. ഈ പ്രാർത്ഥന കേട്ട അടിയാരോട് ഉത്തരമല്ലണമേ എന്ന് അപേക്ഷിക്കുന്നു. മാനവും മാതോടത്തും ദേശംബ്രാന്റെ തൃപ്പാൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. ബാറഖമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മളെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിന്മേലും, ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ജോസ്. താങ്ക് യു. ഈ അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കൂടാതെ മറ്റ് രാജ്യങ്ങളിലും സ്വഭവനങ്ങളിലിരുന്ന് ഈ സൂം പ്രെയർ ഫെലോഷിപ്പിൽ ഇന്ന് നമുക്ക് സംബന്ധിക്കാൻ സാധിപ്പിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി, സ്തോത്രം. അനേക വർഷമായി ഭംഗിയായി നടന്നു വന്നിരുന്ന പ്രാർത്ഥനാ വലയത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അഭിവന്യ തിരുമനസിന്റെ സാന്നിധ്യത്തിൽ MMVS ഏറ്റെടുത്ത് നടത്തുവാനായി അനുവാദം നൽകി ഇങ്ങനെ സഹായിക്കുന്ന അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജന്മദിന വേളയിൽ ദൈവം കൂടുതലായി തിരുമേനിക്ക് ആയുസ്സ് ആരോഗ്യങ്ങൾ കൊടുക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കട്ടെ. MMVSന്റെ കരുത്തനായ സാരഥിയായ ബഹുമാനപ്പെട്ട AB അച്ഛനോടുള്ള നിസ്സീമമായ നന്ദി അറിയിക്കട്ടെ. അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി ഷിനി, ട്രഷറർ ഷീന, റീജിയണൽ സെക്രട്ടറിമാര്, യൂണിറ്റ് സെക്രട്ടറിമാര്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം ധാരാളമായി തരട്ടെ. ഇന്ന് അനുഗ്രഹ വചന പ്രഭാഷണം നടത്തിയ വന്യ PM ചെറിയാനച്ചൻ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലാതിരുന്ന നാളിലും ദെബോറ, എസ്തേർ, രൂത്ത് എന്നിവരെ ഓഡിയൻസിനെ കണ്ടുകൊണ്ട് എന്ന പോലെ നമുക്കിന്ന് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു തന്നു. കൂടാതെ ഈ ലൈനിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥനാ തീഷ്ണതയും ആത്മാർത്ഥതയുമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും, അതായത് ഇപ്പൊ കേട്ട് കാണും ഇന്റർസെസറി പ്രെയർ റിക്വസ്റ്റ് ഒക്കെ നടത്തിയ ആ എലിസബത്ത് ആന്റിയെ ദൈവം ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു. ഇനിയും ആയുസ്സാരോഗ്യങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സൂം ഫാസ്റ്റിംഗ് പ്രെയറിൽ
വിശുദ്ധ ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് സഹായിച്ച മിസ്സസ് സാറാമ ജോർജ്, മിസ്സസ് ഐ വി ജോൺ, മിസ്സസ് മേരി കുര്യൻ, മിസ്സസ് ലീലാമ്മ ബേബി ഈ ആന്റിമാരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നന്ദിയുടെ ഗാനങ്ങൾ ആലപിച്ച മിസ്സസ് ഷൈല മാത്യു, മിസ്സസ് അച്ചാമ്മ ഫിലിപ്പ് എന്നിവരോടുള്ള നന്ദിയും അറിയിക്കട്ടെ. ഇന്റർസെസറി പ്രയർ നടത്തിയ മിസ്സസ് അന്നമ്മ എബ്രഹാം എന്നോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പ്രയറിന്റെ പിമ്പിൽ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സാലിക്കൊച്ചമ്മയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും കൊച്ചമ്മമാരോടും പ്രായഭേദമില്ലാതെ ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും നന്ദി. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര ആശംസകളും. താങ്ക് യു. താങ്ക് യു ജോളി.